രണ്ടാമത്തെ പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യം കിട്ടിയതോടെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് തിരിച്ചെത്തും എന്നാണ് കണക്കുകൂട്ടൽ. അങ്ങനെയാണെങ്കിൽ വോട്ട് രേഖപ്പെടുത്താൻ രാഹുൽ പാലക്കാട് എത്തിയേക്കും. പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് രാഹുലിന് വോട്ടുള്ളത്. അവിടെ നിന്ന് എസ് അരുൺ ശങ്കർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് രാഹുൽ അവിടേക്ക് വരുമോ, വരില്ലേ? ഇത്രയും 2 ആഴ്ച നീണ്ട ഒളിവ് ജീവിതം ഇന്ന് അവസാനിപ്പിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇപ്പോഴും സമയം ബാക്കിയുണ്ട്. കാത്തിരിക്കുകയാണോ രാഹുലിനായി? അതിപ്പോൾ പോളിംഗ് 6 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. കുന്നത്തൂർ മേട് നോർത്ത് വാർഡിലെ 2-ാം നമ്പർ ബൂത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തേണ്ടത്. 2 കേസുകളിലും കോടതിയുടെ സംരക്ഷണം ഉള്ളതിനാൽ, അതായത് രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടി, ആദ്യത്തെ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് വിലക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ, ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് എത്തുമോ? കാരണം കഴിഞ്ഞ 14 ദിവസമായിട്ട് രാഹുൽ ഒളിവിലാണ്, എങ്ങും പരസ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമോ എന്നുള്ളൊരു രാഷ്ട്രീയ ആകാംക്ഷ ഉണ്ട്. അയാളിപ്പോൾ ഒരു പ്രതിയാക്കപ്പെട്ട വ്യക്തി കൂടിയാണ്, പാലക്കാട് MLA എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തത വന്നിട്ടില്ല. തിങ്കളാഴ്ച എന്തായാലും രണ്ടാമത്തെ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകേണ്ടതുണ്ട്. അതാണ് ഈ മുൻകൂർ ജാമ്യം നൽകിയപ്പോൾ കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഉപാധി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും തിങ്കളാഴ്ച ഹാജരാകും. പക്ഷേ അതിന് മുന്നോടിയായിട്ട് പാലക്കാട് വന്ന് തൻ്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇവിടെ ഈ ബൂത്തിലാണ് പോൾ ചെയ്യേണ്ടത്. വളരെ ശുഷ്കമായൊരു പോളിംഗ് ആണ്. നിങ്ങളുടെ MLA ഇതുവരെ വന്നിട്ടില്ലല്ലോ, കണ്ടിരുന്നോ? MLA കണ്ടില്ല, വോട്ട് ചെയ്യേണ്ട ബൂത്താണ്. അതെ കണ്ടില്ല. ഇല്ല വരുമോ? വരും, വരണമല്ലോ. അതെ. വോട്ടർമാർ പറയുന്നത് MLA വരണം, വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അവരങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇനിയൊരു 4 മണിക്കൂർ കുറച്ചും കൂടെ ഉള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നിലവിൽ എത്തുന്ന കാര്യത്തിലൊരു സ്ഥിരീകരണവും വന്നിട്ടില്ല.